എല്ലാവർക്കും നമസ്കാരം. ഇറാന്റെ മിലിഷ്യയാണ് ഹൂതികൾ എന്ന് പറയാം. യമനിലാണ് അവർ പ്രവർത്തിക്കുന്നത്. യമനിൽ നിന്നുകൊണ്ട് ഇറാന് വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ഹൂതീസ് ചെങ്കടൽ പിടിച്ചടക്കാൻ ബാബൽ മണ്ടേബ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ള വാർത്തകൾ എല്ലായിടത്തും നിറയുന്നു. ഇത് കണ്ടിട്ട് ഹൂതികളെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല. ഇറാൻ തന്നെ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്? പിന്നെ ഇറാൻ ബാക്കഡ് ആയിട്ടുള്ള ഈ ഹൂതികൾക്ക് യമനിൽ നിന്നുകൊണ്ട് അതുപോലെയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ നിലവിൽ ഇപ്പോൾ വളരെ ആശങ്കാജനകമായ കുറേയധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കപ്പലുകൾ ഇപ്പോൾ സൂയസ് കനാലിലേക്ക് കടക്കാതെ ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ യാത്ര തുടരാൻ തീരുമാനിക്കുകയാണ്. സൂയസ് കനാലിലേക്ക് അവർ കടക്കുന്നില്ല. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ടാണ് ഈ സൂയസ് കനാൽ എന്ന് പറയാം. ഈ കനാല് നിർമ്മിക്കുന്നതിന് മുൻപ് കപ്പലുകൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആഫ്രിക്കൻ വൻകര മുഴുവൻ ചുറ്റിയിട്ട് വേണമായിരുന്നു പോകാൻ. എന്നാൽ സൂയസ് കനാൽ വന്നതോടെ വളരെ എളുപ്പത്തിൽ വളരെ വലിയൊരു ഷോർട്ട് കട്ട് എന്ന രീതിയിൽ ചെങ്കടലിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുക, പിന്നീട് അറേബ്യൻ സീയിലേക്കും അങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കപ്പലുകൾ സൂയസ് കനാലിലേക്ക് പ്രവേശിക്കാത്തത്? അതിന്റെ കാരണം ഈ മാപ്പ് നോക്കി മനസ്സിലാക്കുക. സൂയസ് കനാൽ എവിടെയാണ്? ചെങ്കടൽ എവിടെയാണ്? ബാബൽ മണ്ടേബ് എവിടെയാണ്? ഈ ബാബൽ മണ്ടേബ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഇടുങ്ങിയ കടൽ ഭാഗമാണ്. അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സൂയസ് കനാല് കുറച്ച് ദൂരെ മുകളിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സീ റൂട്ട് മുഴുവൻ ബ്ലോക്ക് ആവും. കുറെ കൂടെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, ചൈന ഇറാനുമായിട്ട് ഹൂതികളുമായിട്ട് സംസാരിച്ചിട്ട് ബാബൽ മണ്ടേബ് അല്ലെങ്കിൽ ഈ ചെങ്കടൽ എന്ന് പറയുന്നത് ഹൂതികൾ ഉപരോധിച്ചാലും തങ്ങളുടെ ഷിപ്പുകൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഷിപ്പുകൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ പാസ് ചെയ്ത് വരാനുള്ള ഒരു ധാരണ ഉണ്ടാക്കിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ചെങ്കടൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു പ്രദേശമാണ്. അത് മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് ഹൂതികൾക്ക് സാധിക്കുമെന്നല്ല പറഞ്ഞത്. ഈ ബാബൽ മണ്ടേബ് എന്ന് പറയുന്ന ആ ഒരു ഇത്തിരി ഭാഗത്ത് ബ്ലോക്കേഡ് ഉണ്ടാക്കാനായിട്ട് ഹൂതികൾക്ക് സാധിച്ചാൽ സൂയസ് കനാലും ചെങ്കടലും ഒക്കെ ഉപരോധിച്ചതിന് തുല്യമാണ്. നിലവിൽ തന്നെ ഈ കപ്പലുകൾക്കൊക്കെ ഇൻഷുറൻസ് ചെയ്തിരുന്ന ഇൻഷുറൻസ് കമ്പനികളെല്ലാം അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം സൂയസ് കനാൽ, ചെങ്കടൽ അല്ലെങ്കിൽ ബാബൽ മണ്ടേബ് ആ ഭാഗങ്ങളിലൂടെ പോകുന്ന ആ സീ റൂട്ടിലൂടെ പോകുന്ന കപ്പലുകൾക്കെല്ലാം വലിയ റിസ്ക് ഉണ്ട്. നിലവിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ളതാണ്. ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളെ പോലും ഇന്ത്യ മറികടക്കുന്നത് എങ്ങനെയാണ്? ഭാവിയുള്ളതും സുസ്ഥിരവുമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നതിലൂടെയും അവിടെ നിക്ഷേപിക്കുന്നതിലൂടെയും ഒക്കെയാണ് ഇന്ത്യ ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത്. ഇന്ത്യ UAE കരാർ അതിനൊരു ഉദാഹരണമാണ്. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പല അവസരങ്ങളും പലപ്പോഴായിട്ട് വരാറുമുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു മികച്ച അവസരം വന്നത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇന്ത്യയിലെ 21 വ്യത്യസ്ത സെക്ടറുകളിൽ മുന്നിട്ട് നിൽക്കുന്ന മുൻനിര കമ്പനികളിൽ മാത്രം നോക്കി നിക്ഷേപം നടത്തുന്ന രീതിയിൽ ആക്സിസ് മാക്സ് ലൈഫ് ആണ് ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുക്കുന്നുണ്ട്. വിവിധ സെക്ടറുകളിലെ ടോപ്പ് പെർഫോമിംഗ് കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിനാൽ ഒരു മേഖലയുടെ പ്രകടനം മോശമായാലും അത് നമ്മളെ ബാധിക്കില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻപ് അവതരിപ്പിച്ച ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 7 വർഷത്തിൽ 23%, 5 വർഷത്തിൽ 20.2% CAGR നൽകിയ ചരിത്രവും കമ്പനിക്കുണ്ട്. ഈ NFOയുടെ NAV വെറും 10 രൂപയാണ്. എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം. 2.5 ലക്ഷം രൂപ വരെ ഒരു വർഷത്തിൽ നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന റിട്ടേണിന് ടാക്സ് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ എത്രയാണോ നിക്ഷേപിക്കുന്നത് അതിന്റെ മാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് അല്ലെങ്കിൽ വാർഷിക പ്രീമിയത്തിന്റെ 10 മടങ്ങ് ലൈഫ് കവർ ലഭിക്കും. അതിലും പ്രധാനമായി വെയ്വർ ഓഫ് പ്രീമിയം സൗകര്യവുമുണ്ട്. പോളിസി ഉടമ അപ്രതീക്ഷിതമായി മരണപ്പെട്ടാൽ തുടർന്ന് അടയ്ക്കേണ്ട പ്രീമിയം കമ്പനി തന്നെ അടച്ചുകൊണ്ടു പോകും. മെച്യൂരിറ്റിയിൽ മുഴുവൻ ഫണ്ട് മൂല്യവും നോമിനിക്ക് ലഭിക്കും. അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, വീടിന്റെ വായ്പ, കുടുംബത്തിന്റെ ദൈനംദിന ചിലവുകൾ തുടങ്ങിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നമ്മൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത് സഹായിക്കും. അതുമാത്രമല്ല, പ്രവാസികൾക്കൊക്കെ മാസം 18,000 വെച്ച് 10 വർഷമൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ 15 അല്ലെങ്കിൽ 16 CAGR ഫ്യൂച്ചർ പ്രൊജക്ഷൻ അടിസ്ഥാനത്തിൽ ഏകദേശം 2 കോടി വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട്. ഇവിടെ യഥാർത്ഥ റിട്ടേൺസ് വിപണിയുടെ പ്രകടനത്തെ ആശ്രയിച്ചാണുള്ളതെന്ന് പ്രത്യേകം ഓർക്കണം. ഈ NFOയിൽ നിക്ഷേപിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നിക്ഷേപ തീരുമാനം എടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇറാൻ എന്താണോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ചെയ്തത്, അങ്ങനെ പേർഷ്യൻ ഉൾക്കടൽ മുഴുവൻ ബ്ലോക്ക് ചെയ്തതിന് തുല്യമാക്കിയത് അതുപോലെ തന്നെയുള്ള ഒരു കാര്യമായിരിക്കും, അതിനേക്കാൾ ഭയങ്കരമായ ഒരു കാര്യമായിരിക്കും ഈ ബാബൽ മണ്ടേബില് ഹൂതികൾ ഒരു പക്ഷേ ചെയ്യാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ഇപ്പോഴും പരിശോധിച്ച് നോക്കുക. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ബ്ലോക്ക് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പഴയതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സീ റൂട്ട് അല്ലാതെ അമേരിക്ക പോലുള്ള ഒരു ശക്തി ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാൻ സാധിക്കുന്നില്ല?
ഇറാൻ ആകട്ടെ സൈനികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നിട്ടും എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇങ്ങനെ തന്നെ ഉപരോധിച്ച് നിർത്താനായിട്ട് ഇറാന് സാധിക്കുന്നു? ഇവിടെ തന്നെയാണ് നമ്മൾ ഹൂതികളെയും ഭയക്കണം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കല്യാണ സദ്യ നടത്താനായിട്ട് നല്ല പ്രയാസമാണ്. അത് കാറ്ററിംഗ് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം. സദ്യ ഒരുക്കണം, അത് വിളമ്പണം, പിന്നീട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സദ്യ അലങ്കോലമാക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഒരു 3-4 പേര് ഈ സദ്യക്കിടയിൽ വഴക്കുണ്ടാക്കിയാലും മതി. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലക്കി ഈ സദ്യ കേടാക്കാനും അങ്ങനെ ആ സദ്യ കുളമാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതായത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നല്ല പ്രയാസമാണ്, എന്നാൽ അത് കുളമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ സീറൂട്ടിന്റെ കാര്യവും. ഹൂതികൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സൈന്യമാണ് എന്നൊന്നും അർത്ഥമില്ല. എന്നാൽ അവരൊന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബാബൽ മണ്ടേബില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതായത് തുടർച്ചയായിട്ട് ദിവസങ്ങളോളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയച്ച് പല കപ്പലുകളെയും ആക്രമിക്കുക, ഇതിലെ പോകുന്നത് അപകടമാണ് എന്ന് ഷിപ്പിംഗ് കമ്പനികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഫലത്തില് ഹൂതികള് ബാബൽ മണ്ടേബ് പിടിച്ചു എന്ന് തന്നെ പറയാം. ഇത് തന്നെയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ സംഭവിക്കുന്നത്. ചിത്രം നോക്കുക, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും ബാബൽ മണ്ടേബും എവിടെയാണ് എന്ന് നോക്കുക. അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പോലെ തന്നെ ഈ ബാബൽ മണ്ടേബും അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രശ്നമായിരിക്കും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പേർഷ്യൻ ഉൾക്കടലിലും ഒക്കെ പ്രധാനമായിട്ടും എണ്ണയാണ്, ഓയിൽ ടാങ്കറുകളാണ് കൂടുതലായിട്ടും പോകുന്നത് എന്ന് പറയാം. എണ്ണ ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഈ പേർഷ്യൻ ഉൾക്കടലിന് ചുറ്റുമായിട്ടാണ് പ്രധാനമായിട്ടും. അതുകൊണ്ടാണ്. എന്നാൽ ഈ ബാബൽ മണ്ടേബ് പിന്നീട് ചെങ്കടൽ വഴി സൂയസ് കനാല് എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമല്ല, ഓയിൽ ടാങ്കറുകൾ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും അല്ലെങ്കിൽ ചരക്കുകൾ. ഇന്ന് ലോകത്ത് നടക്കുന്ന ചരക്ക് നീക്കത്തിന്റെ 80% കണ്ടെയ്നറുകളിലാണ് നടക്കുന്നത്. അതായത് കപ്പലുകളിൽ കയറ്റി കടൽ മാർഗമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ട് തന്നെയാണ് ഈ സൂയസ് കനാൽ വഴിയുള്ള റൂട്ട്. അതും കൂടെ അടഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പിന്നീട് ക്രൂഡ് ഓയിലിന്റെ വിലയും അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലയും ഇൻഫ്ലേഷനും ഒക്കെ ഏത് രീതിയിലാകും എന്ന് ചിന്തിക്കുക. ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു കയറിയപ്പോഴും ക്രൂഡ് ഓയിൽ കിട്ടാത്ത ഒരു കാര്യമായിട്ട് പലപ്പോഴും പല രാജ്യങ്ങൾക്കും മാറിയിട്ട് പോലും, ജപ്പാന്റെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ പണ്ട് നമ്മൾ പറഞ്ഞതാണ്. ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന 2ാമത്തെ രാജ്യമാണ് ചൈനയ്ക്ക് ശേഷം ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യ എങ്ങനെ പിടിച്ചു നിന്നു? ഇറാനുമായിട്ടും അമേരിക്കയുമായിട്ടും 2 രാജ്യങ്ങളുമായിട്ടും നമ്മൾ നല്ല നയതന്ത്ര ബന്ധം പുലർത്തുകയും അങ്ങനെ ഇന്ത്യയിലേക്കുള്ള കപ്പലുകളൊന്നും വലിയ പ്രശ്നമില്ലാതെ ഓയിൽ ടാങ്കറുകളൊക്കെ ഇങ്ങോട്ട് വരികയും ചൈനയും അങ്ങനെ ചെയ്തിരുന്നു. ഇതേപോലെ തന്നെയുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇന്ത്യയും മുൻകൂട്ടി ചെയ്യുന്നുണ്ട്. അതായത് UAE എന്ന് പറയുന്ന രാജ്യം ഒപ്പക്കിൽ നിന്നും പുറത്തു പോയത് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇനി UAEക്ക് സ്വന്തം ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും പ്രൊഡക്ഷൻ കൂട്ടാം എന്ന് കരുതി അവർ മാക്സിമം എടുത്ത് വിൽക്കുകയൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുകയും അവരുടെയും ലാഭം കുറയുകയും ചെയ്യും. എന്നിരുന്നാലും മുൻപുള്ള ഒപ്പക്കിന്റെ ചട്ടക്കൂടുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് എത്രമാത്രം എണ്ണ ഉൽപ്പാദിപ്പിക്കാനും ആർക്കും വിൽക്കാനും ഒക്കെ സാധിക്കും. എന്നിരുന്നാലും ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ താല്പര്യങ്ങൾ ഒരു പരിധി വരെ ഇപ്പോഴും അവർ നോക്കുന്നുമുണ്ട്. ഇവിടെയാണ് ഒരു കാര്യമുള്ളത്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഏറ്റവും അധികം പെട്ടുപോയത് UAE ആണ്. ഇവിടെയൊക്കെ കോൾ അടിച്ചു നിന്ന് ആർക്കാണ്? സൗദി അറേബ്യക്കാണ്. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിൽ പോലും സൗദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു രാജ്യമാണ്. ഹോർമൂസ് വഴി മാത്രമല്ല, ഇപ്പറേ ചെങ്കടലിന്റെ ഭാഗത്തൂടെ, അതായത് ബാബൽ മണ്ടേബും താഴെയുണ്ട്, ആ ഭാഗങ്ങളിലൂടെ സൗദിക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു വലിയ തടസ്സങ്ങളില്ലാതെ. എന്നാൽ UAEക്കാകട്ടെ അങ്ങനെ ഒരു ഓപ്ഷൻ വളരെ കുറവാണ്. ഫുജേറ പോർട്ട് ഉണ്ട് ഹോർമൂസിന് പുറത്ത്, അത് നമുക്ക് പറഞ്ഞു വരാം. അവിടെയും ഇറാൻ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സൗദിക്ക് ഭാഗ്യവശാൽ കിട്ടിയ ഒരു അവസരമല്ല. സൗദിയുടെയും ഓയിൽ ഫീൽഡുകൾ കൂടുതലും പേർഷ്യൻ ഉൾക്കടലിന്റെ ആ ഭാഗങ്ങളോട് ചേർന്നിട്ടാണ്. എന്നാൽ അവർ അവിടെ നിന്ന് ആ രാജ്യം മുഴുവൻ ക്രോസ് ചെയ്ത്, വളരെ വലിയൊരു രാജ്യമാണ് സൗദി അറേബ്യ, അങ്ങനെ അത്രയും വലിയൊരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ടാണ് ക്രൂഡ് ഓയിൽ ചെങ്കടലിന്റെ ഭാഗത്തേക്ക് അവിടെയുള്ള പോർട്ടുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ പരിഹാരം ചെയ്താലും ഹൂതികള് ബാബൽ മണ്ടേബും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സൗദിക്ക് പിന്നീട് ക്രൂഡ് ഓയിൽ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അപ്പുറയും പറ്റില്ല ഇപ്പുറയും പറ്റില്ല. എന്നാൽ ആ സ്ഥാനത്ത് UAE എന്ന് പറയുന്ന രാജ്യം നോക്കുക, അവർക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി മാത്രമേ ക്രൂഡ് ഓയിൽ വിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അവരും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അബുദാബിയിലെ ഓയിൽ ഫീൽഡുകളിൽ നിന്നും പൈപ്പ് ലൈൻ വഴി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് പുറത്തുള്ള, അതായത് ഗൾഫ് ഓഫ് ഒമാന്റെ ഒക്കെ ഭാഗത്തുള്ള UAEയുടെ ഭാഗം ഫുജൈറ പോർട്ടിലേക്ക് പൈപ്പ് ലൈനുകൾ എത്തിച്ചിരുന്നു. അതിലൂടെ ക്രൂഡ് ഓയിൽ വിൽക്കാനായിട്ട് UAEക്ക് സാധിച്ചിരുന്നു. അവിടെ കുറച്ച് ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിലും പിടിച്ചു നിൽക്കാൻ അത് മതിയായിരുന്നു. അതായത് സൗദിയും UAEയും ഒക്കെ ഇറാന്റെ ഈ ഭീഷണികളൊക്കെ മുൻകൂട്ടി കണ്ട് പലതും ചെയ്തിരുന്നത് കൊണ്ടാണ്. UAE എന്ന് പറയുന്ന രാജ്യം എടുത്താൽ അതിൽ ഭൂരിഭാഗവും അബുദാബി എന്ന് പറയുന്ന എമിറേറ്റ് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ വളരെ ചെറിയ, ദുബായ് ആണെങ്കിലും ഫുജൈറ ആണെങ്കിലും ഒക്കെ വളരെ ചെറിയ എമിറേറ്റുകളാണ്. എന്നാൽ പോപ്പുലേഷൻ കൂടുതൽ ഇവിടങ്ങളിലൊക്കെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ശൂന്യമായി കിടക്കുന്ന രാജ്യമാണ്.
അബുദാബിയാണ് UAEയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഫീൽഡുകളും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദുബായ് ഒരിക്കലും റിച്ച് ആയത് എണ്ണപ്പണം കൊണ്ടല്ല, മറ്റു പല കാര്യങ്ങളും കൊണ്ടാണ് എന്നൊക്കെ. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഏകദേശം 1 മാസം മുൻപ് ഇന്ത്യയും UAEയുമായിട്ട് പല ഡീലുകളും ഒക്കെ നടത്തിയിരുന്നു. അതിൽ ആയുധ കരാറുകളുണ്ട്, സാമ്പത്തിക സഹകരണമുണ്ട്, ക്രൂഡ് ഓയിലിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതിൽ പലതും ഇപ്പോഴും ചർച്ചയിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് UAEക്ക് ഒരുപാട് പ്രതിരോധ മിസൈലുകൾ, പേട്രിയറ്റ് പോലെയുള്ള മിസൈലുകളൊക്കെ അവിടെ അമേരിക്കൻ ബേസുകളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിനും പേ ചെയ്യേണ്ടത് UAE ആണ്. എന്നാൽ അതിന്റെ 1/5 ചിലവ് പോലും ഇല്ലാത്ത വിലയ്ക്ക് ഇന്ത്യയുടെ ആകാശ് പോലെയുള്ള മിസൈലുകൾ അല്ലെങ്കിൽ ബ്രഹ്മോസ് ഇത്തരം കാര്യങ്ങളിലുമൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം UAEക്ക് തന്നെ അത് പ്രതിരോധ ചെലവിൽ വലിയ കുറവുണ്ടാക്കും. എന്നാൽ ഇതിനേക്കാൾ പ്രധാനമായിട്ട് UAEയുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കുമ്പോൾ ഒരു സാധ്യതയുള്ളത്, ഒരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ, എന്നാൽ ഹൂതികൾ എന്തെങ്കിലും കാരണവശാൽ ഈ ബാബൽ മണ്ടേബ് അവർക്ക് ഉപരോധിക്കാൻ സാധിക്കുകയും സൂയസ് കനാൽ പോലും ബ്ലോക്ക് ആവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ക്രൂഡ് ഓയിൽ വളരെ വലിയ വിലയിലേക്ക് പോകും. അത് കിട്ടാത്ത അവസ്ഥയാകും പല രാജ്യങ്ങൾക്കും. ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ഇന്ത്യ പോലെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ രാജ്യം, ഈ രാജ്യം എന്ത് ചെയ്യും? ഈ റഷ്യൻ ഓയിൽ ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള രാജ്യമാണ് ചൈനയും. റഷ്യയെ മാത്രം ആശ്രയിച്ച് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഹോർമൂസ് പോലെ തന്നെ ഈ ബാബൽ മണ്ടേബും ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞാൽ സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ ക്രൂഡ് ഓയിൽ കിട്ടുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹോർമൂസിന് പുറത്തുള്ള ഈ ഫുജൈറ പോർട്ടിന്റെ ഭാഗങ്ങളിലൂടെ UAEയുടെ ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ വാങ്ങാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഇപ്പോഴേ അവരുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയായാലും. അതായത് ഉക്രൈനിൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് റഷ്യ വില കുറച്ച് ക്രൂഡ് ഓയിൽ വിൽക്കാനായിട്ട് തുടങ്ങിയത്? കാരണം ഉപരോധങ്ങൾ വന്നു. ഇന്ത്യക്ക് റഷ്യ ക്രൂഡ് ഓയിൽ വിറ്റുകൊണ്ടിരുന്നു അന്താരാഷ്ട്ര വിപണിയിലുള്ള തുകയേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ. ഇതുപോലെ തന്നെ UAE ഇപ്പോൾ ഒപ്പക്കിൽ അംഗമല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടാൻ സാധിക്കും. ഇന്ത്യക്ക് ഒരുപക്ഷെ റഷ്യ പണ്ട് ചെയ്തതുപോലെ തന്നെ ഡിസ്കൗണ്ടോട് കൂടി ക്രൂഡ് ഓയിൽ കൊടുക്കാൻ പോലും UAEക്ക് സാധിക്കും. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് അടഞ്ഞു കിടന്നാലും അതിന് പുറത്തുള്ള ഗൾഫ് ഓഫ് ഒമാന്റെ ഭാഗങ്ങളിലുള്ള ഫുജൈറ പോർട്ടിലൂടെ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതൊരു ബദൽ ഓപ്ഷൻ മാത്രമാണ്. UAE മാത്രം നോക്കിയിരിക്കുകയാണ് എന്നല്ല പറഞ്ഞത്. അതായത് പല പ്രതിസന്ധികളും മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. എന്നാൽ ഇതൊക്കെ നമ്മളെക്കാൾ നന്നായി ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ചൈന. ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ആവശ്യമായിട്ടുള്ള രാജ്യമാണ് ചൈന. ലോകത്തെ ഏറ്റവും അധികം സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്, അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ക്രൂഡ് ഓയിൽ കുറച്ച് നമ്മൾ സംഭരിച്ചു വയ്ക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തിന്റെ കൈവശമാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ചൈനയാണ്. ഇന്ത്യയൊക്കെ ഒരു പ്രധാന സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് ക്രൂഡ് ഓയിൽ റിസർവ് എത്രയാണെന്ന് നോക്കിയാൽ 21 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലൊക്കെയാണ്. അതായത് നമുക്കൊരു 4-5 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് എടുക്കാനുള്ള ക്രൂഡ് ഓയിൽ മാത്രമേ അതുള്ളൂ. എന്നാൽ ചൈനയുടേത് 1541 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ്. ഇതിലധികം ഉണ്ടെന്ന് കരുതപ്പെടുന്നു. അതായത് സാറ്റലൈറ്റ് ഇമേജുകളും ഒക്കെ നോക്കിയിട്ടാണ് ചൈനയുടെ, അല്ലെങ്കിൽ ചൈന തന്നെ പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഭൂമിക്കടിയിലും ഒക്കെ ആയിട്ട് വമ്പൻ ക്രൂഡ് ഓയിൽ റിസർവ്, അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അങ്ങനെ ചൈന സംഭരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അവർ പുറത്ത് വിടുന്നതനുസരിച്ചാണെങ്കിൽ പോലും ചൈനയ്ക്ക് ഒരു 3 മാസത്തേക്കൊക്കെയുള്ള ക്രൂഡ് ഓയിൽ പോലും അവർ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അമേരിക്ക പോലും ചൈനയുടെ മുൻപിൽ ഈ കാര്യത്തിൽ ഒന്നുമല്ല. അതായത് ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. സൗദി അറേബ്യയോ റഷ്യയോ ഒന്നും അല്ല. എന്നാൽ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? അതും അമേരിക്ക തന്നെയാണ്. സ്വന്തം ആവശ്യങ്ങൾ കുറവായിട്ട് അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ പറയുന്ന സൗദി ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ യമനിലുള്ള ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഈ ഹൂതികള് ലോകത്തിന് മുൻപിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ അവര് രണ്ടും കൽപ്പിച്ച് ഈ ബാബൽ മണ്ടേബ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചാൽ അതൊരു സേഫ് ആയിട്ടുള്ള സീ റൂട്ട് അല്ല എന്ന് ഷിപ്പിംഗ് കമ്പനികൾക്കൊക്കെ തോന്നി തുടങ്ങാനുള്ള സാഹചര്യമൊക്കെ അവർ ഉണ്ടാക്കിയാൽ ലോകത്ത് വീണ്ടും പല പ്രശ്നങ്ങളും, വിലക്കയറ്റവും ഇൻഫ്ലേഷനും ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ വീണ്ടും കൂടും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം ഇറാനിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് നിർത്തിയെന്ന് പറഞ്ഞാൽ നാളെ വീണ്ടും തുടങ്ങും. അല്ലെങ്കിൽ ട്രംപ് പറയുന്ന ഒന്നും നമുക്ക് വിലക്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകം ഒരു പ്രതിസന്ധിയിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിലും നമ്മുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ട സമയമാണിത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആക്സിസ് മാക്സ് ലൈഫിന്റെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് യോജിച്ചതാണ് എന്ന് തോന്നിയാൽ മാത്രം നിക്ഷേപ തീരുമാനം എടുക്കുക. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നതും ഓർക്കുക. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.